നമസ്കാരം. ലോകം മുഴുവൻ യുദ്ധത്തിന്റെ കറുത്ത നിഴലിന് കീഴിൽ ഭയപ്പാടോടെ കഴിയുമ്പോൾ ഇന്ത്യ മാത്രമാണ് വിട കുലുങ്ങാതെ ഉറച്ചു നിൽക്കുകയാണ്. ലോകം മുഴുവൻ ഇത് അതീവ ഗൗരവത്തോടെയാണ് ഉറ്റുനോക്കുന്നത് എന്നതാണ് വാസ്തവം. എന്താണ് ഇന്ത്യയെ മാത്രം ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്നത് സൂക്ഷ്മമായി പഠിക്കേണ്ടതുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട ആഗോള പ്രതിസന്ധികൾ വീണ്ടും ശക്തമാകുമ്പോൾ ഇന്ത്യയുടെ വിദേശ നയം വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ്. പാശ്ചാത്യേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ ലോകത്തെ എണ്ണ വിപണിയെ തകർക്കുമ്പോൾ ഇന്ത്യ സൂക്ഷ്മമായും തന്ത്രപരമായും മുന്നേറുന്ന ഒരു ശക്തിയായി മാറുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചതിനെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമോസ് കടലിടുക്ക് വലിയ തോതിൽ ബാധിക്കപ്പെട്ടു. ഇതിന്റെ ഫലമായി ആഗോള എണ്ണ വിതരണം ഗുരുതരമായി തടസ്സപ്പെടുകയും വിലയിൽ വലിയ ഉയർച്ചയുണ്ടാവുകയും ചെയ്തു. ഇത്തരം പ്രതിസന്ധിയിൽ ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഉണ്ടായത്. കാരണം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഒരു വലിയ വിഹിതം ഈ മേഖലയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഈ പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റുന്ന തരത്തിൽ മോദി സർക്കാരിന്റെ വിദേശ നയം പ്രവർത്തിക്കുന്നതായി പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക താൽക്കാലികമായി ഇറാനിയൻ എണ്ണയ്ക്ക് നൽകിയ ഇളവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് വീണ്ടും ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യത തുറന്നിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധേയമായത് ഈ എണ്ണ ഇപ്പോൾ ബ്രന്റ് ക്രൂഡിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് അഥവാ പ്രീമിയം നിരക്കിൽ ഇന്ത്യക്ക് ഓഫർ ചെയ്യപ്പെടുന്നു എന്നതാണ്. ഇത് ഇന്ത്യക്ക് വെല്ലുവിളിയാണെങ്കിലും അതേസമയം ഒരു നയതന്ത്ര വിജയം കൂടിയാണ്. കാരണം 2019 മുതൽ അമേരിക്കൻ സമ്മർദ്ദം മൂലം ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി നിർത്തിയ ഇന്ത്യ ഇപ്പോൾ അതേ അമേരിക്കയുടെ അനുമതിയോടെയാണ് വീണ്ടും ഇറാനുമായി ഇടപെടാൻ സാധ്യത കണ്ടെത്തുന്നത്. ഇതാണ് മോദി സർക്കാരിന്റെ ബഹുമുഖ വിദേശ നയത്തിന്റെ ശക്തി. ഒരു വശത്ത് അമേരിക്കയുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും ബന്ധം ശക്തമാക്കുകയും മറുവശത്ത് ഇറാൻ, റഷ്യ പോലുള്ള രാജ്യങ്ങളുമായി ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന സ്ട്രാറ്റജിക് ബാലൻസിംഗ് ഇന്ത്യ വിജയകരമായി നടപ്പിലാക്കുന്നു. ഇന്ത്യ ഇപ്പോൾ ഒരു ഏകാശ്രിത രാജ്യമായി നിലകൊള്ളുന്നില്ല. റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ എണ്ണ വാങ്ങുന്നതിനൊപ്പം ആവശ്യമുണ്ടെങ്കിൽ ഇറാനിൽ നിന്നുള്ള എണ്ണയും പരിഗണിക്കും. ഇതിനൊപ്പം ഗൾഫ് രാജ്യങ്ങളുമായും ഇന്ത്യ ബന്ധം ശക്തമായി തുടരുകയാണ്. ഈ നയം ഇന്ത്യക്ക് വലിയ നേട്ടമാണ് നൽകുന്നത്. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം വർദ്ധിക്കുമ്പോൾ ഇന്ത്യക്ക് പല വഴികളും തുറന്നു കിടക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിയൻ എണ്ണ ഇന്ത്യക്ക് ഭൗമശാസ്ത്രപരമായി അടുത്തായതിനാൽ വേഗത്തിൽ ലഭ്യമാക്കാൻ കഴിയും. അതിനാൽ തന്നെ അടുത്ത ഒരു മാസത്തിനുള്ളിൽ പരമാവധി ഇറക്കുമതി നടത്താൻ ഇന്ത്യൻ റിഫൈനറികൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പേയ്മെന്റ് സംവിധാനങ്ങളും അന്താരാഷ്ട്ര സാമ്പത്തിക നിയന്ത്രണങ്ങളും ഇപ്പോഴും വെല്ലുവിളിയാണ്. സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്ന് ഇറാൻ പുറത്തായതിനാൽ ഇടപാടുകൾ എങ്ങനെ നടത്തണമെന്നത് ഇന്ത്യ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ്. ഇവിടെയാണ് മോദി സർക്കാരിന്റെ നയതന്ത്ര പക്വത തെളിയുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ടെക്നോ കൊമേഴ്സ്യൽ ഫീസിബിലിറ്റി അടിസ്ഥാനമാക്കി മാത്രമാണ് തീരുമാനമെടുക്കുക എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. അതായത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് എന്ന് സാരം. ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനും ഇന്ത്യ വഴങ്ങുന്നുമില്ല. ഇതിനിടെ ആഗോള എണ്ണ വിപണിയിൽ ഉണ്ടായ വലിയ അസ്ഥിരത ഇന്ത്യക്ക് മുന്നറിയിപ്പായി മാറിയിട്ടുണ്ട്. ഹോർമോസ് കടലിടുക്ക് അടഞ്ഞതോടെ ലോകത്തിലെ ഏകദേശം 20% എണ്ണ വിതരണം തന്നെ ബാധിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് 1970-കളിലെ എണ്ണ പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ആഘാതമായാണ് വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന നീക്കങ്ങൾ അതീവ സൂക്ഷ്മവും ദൂരദർശിത്വമുള്ളതുമാണ്. ഒരേ സമയം ഇന്ത്യ ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറുന്നതിനും ശ്രമിക്കുന്നുണ്ട്. ഇത് ദീർഘകാല ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന നീക്കമാണ്. ഇന്ത്യയുടെ വിദേശ നയം ഇന്നത്തെ ലോകത്തിൽ ഒരു മൾട്ടി അലൈൻമെന്റ് മോഡലായി മാറിയിരിക്കുകയാണ്. ഒരേ സമയം പല ശക്തികളുമായും സഹകരിച്ച് ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ സമീപനം. പാശ്ചാത്യേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യയിലും പ്രതിസന്ധിയുണ്ട് എന്നത് സത്യമായിരിക്കുമ്പോഴും എന്നാൽ അതോടൊപ്പം സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയും എല്ലാ രാജ്യങ്ങളുമായും സംവദിക്കുകയും ചെയ്യുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇത് ഇന്ത്യയെ ഒരു ഉത്തരവാദിത്തമുള്ള ആഗോള ശക്തിയായി ഉയർത്തുന്നു. ഇറാനിൽ നിന്ന് പ്രീമിയം നിരക്കിൽ പോലും എണ്ണ വാങ്ങാനുള്ള സാധ്യത പരിശോധിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കുള്ള പ്രതിബദ്ധതയാണ്. വില കൂടിയാലും ആവശ്യമായ വിതരണത്തെ ഉറപ്പാക്കുക എന്നതാണ് പ്രധാനം. ആഗോള പ്രതിസന്ധികൾ ഉയരുമ്പോൾ ഇന്ത്യ കൂടുതൽ ശക്തമായി മുന്നോട്ട് വരും. മോദി സർക്കാരിന്റെ വിദേശ നയം ഇന്ന് ലോകരാഷ്ട്രീയത്തിൽ ഒരു പുതിയ മാതൃകയാണ്. ഇന്ത്യ ഫസ്റ്റ് എന്ന നിലപാടോടെ എല്ലാ രാജ്യങ്ങളുമായും സമതുലിതമായ ബന്ധം പുലർത്തി പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്ന ഈ സമീപനം രാജ്യത്തിന്റെ ഭാവി ഉറപ്പാക്കുന്ന ശക്തമായ അടിത്തറയാവുകയാണ്.